പഞ്ചാബിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ കൈവിട്ടു തുടങ്ങി. പഞ്ചാബ് അടക്കി ഭരിക്കാമെന്ന ബി.ജെ.പിയുടെ ലക്ഷ്യം തകരുകയാണ്. ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ അടിമുടി പാഴാവുകയാണ് ഇപ്പോൾ നടക്കുന്നത്. കർഷകരെ വിലവയ്ക്കാത്ത, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു സർക്കാരിനെ അവർക്ക് വേണ്ട എന്നാണ് കർഷക സംഘങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്തെ കർഷകരുടെ ഇത്തരം പ്രതിഷേധം ബി.ജെ.പിയുടെ പ്രതീക്ഷകളെ തന്നെ തകർക്കുകയാണ്. പഞ്ചാബിൽ ബി.ജെ.പിയുടെ സീറ്റ് നിലനിർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സാധിക്കുകയില്ല. കടുത്ത പ്രതിഷേധത്തിലേക്കാണ് കർഷകർ ഇപ്പോൾ നീങ്ങുന്നത്. പട്യാല മണ്ഡലത്തിലെ പ്രണീത് കൗർ, അമൃത്സറിലെ തരൺജിത് സന്ധു, ഫരീദ്കോട്ടയിലെ ഹൻസ് രാജ് തുടങ്ങി പഞ്ചാബിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്കെതിരെ കനത്ത വെല്ലുവിളിയാണ് ഉയരുന്നത്. പ്രണീത് കൗർ അധികാരം തുടരുന്ന പട്യാല മണ്ഡലം ഇനിയും ബി.ജെ.പിയുടെ കൈകളിലേക്ക് തിരിച്ച് എത്തുമോ എന്നതും സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പിക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കുമോ എന്നത് സംശയത്തിലാണ്. പ്രധാനമന്ത്രിക്ക് അടുക്കാൻ പറ്റാത്ത ഈയിടത്ത് മറ്റ് ബി.ജെ.പി നേതാക്കളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പി പ്രവർത്തകൻ അമരീന്ദർ സിംഗ് പ്രചാരണത്തിനായി ഇറങ്ങാത്തത് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചിരുന്നു. പഞ്ചാബിലെ രാഷ്ട്രീയ സ്ഥിതിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ കർഷക സമരവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിക്കായി എത്തിയപ്പോൾ അദ്ദേഹത്തെ തടയുന്ന ഒരു സന്ദർഭം ഉടലെടുത്തിരുന്നു. പഞ്ചാബിലെ പല ഭാഗത്തും ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് കാലെടുത്ത് കുത്താൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാബിലും ഹരിയാനയിലും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെയും ഹരിയാനയിലെ മന്ത്രിമാരുടെയും വീടുകൾ വളയുമെന്നാണ് കർഷക സംഘങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് സർക്കാർ കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് നിർത്തണമെന്നും ബി.ജെ.പിയുടെ ബി ടീമായി ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത കർഷകരെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യവും കർഷകർ ഉന്നയിക്കുന്നത്. കർഷകരുടെ പ്രതിഷേധത്തിന്റെ സ്വരമാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉയർന്നു കേൾക്കുന്നത്.